കൂട്ടുകാരെ ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മിക്കവർക്കും ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്യുക. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സകലമായ ഡേറ്റാസുകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതായത് നിങ്ങളുടെ ഡേറ്റാസിന് യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു അക്സസ്നെസ് നേടിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്യാമറയോ മൈക്കോ അങ്ങനെ എന്തും നിങ്ങളുടെ ഫോണിലെ ഫയലുകളോ എല്ലാം അക്സസ്നെസ് പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ഒരു എളുപ്പമുള്ള ഒരു വഴിയായി മാറും ഇത് എന്നുള്ളതാണ്. മൂന്നാമതെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ മാൽവെയറുകൾ, വൈറസുകൾ തുടങ്ങിയുള്ള മിസ്ലേനിയസ് ഫയലുകൾ അറ്റാക്ക് ചെയ്യുകയും അത് നിങ്ങളുടെ ഫോണിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഫോൺ ഹാങ്ങിങ് ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസുകൾ, ഫോൺ റീസ്റ്റാർട്ടിംഗ് ഇഷ്യൂസുകൾ ഇതെല്ലാം വരാനുള്ള ചാൻസും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഒഴിവാക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഇതിനെ പോവാം. കൂട്ടുകാരെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ആയിട്ട് സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ അൺനോൺ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന പോലെ അൺനോൺ എന്ന് ടൈപ്പ് ചെയ്യുക. അൺനോൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളത് ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ചില ആപ്ലിക്കേഷൻസുകൾ ഇതേപോലെ ഓണായിരിക്കും. എനിക്ക് കണ്ട ക്രോം, മൈ ഫയൽസ് ഇതൊക്കെ ഓണാണ്. ഇങ്ങനെ ഓണായിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഓണായിരിക്കുകയാണെങ്കിൽ ടാപ്പ് ചെയ്ത് അത് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ടാപ്പ് ചെയ്ത് ഇത് ഓണായി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ കമ്പനി തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ട നിങ്ങളുടെ പ്ലേ സ്റ്റോർ വഴി മാത്രമേ അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോർ വഴി മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഇത് ഓണാക്കി വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റാൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാലിനിയസ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ആവുകയും നിങ്ങളുടെ സെക്യൂരിറ്റിയെയും പ്രൈവസിയും അത് ബാധിക്കുകയും നിങ്ങളുടെ ഡേറ്റാസ് റിസ്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓണായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, ചിലപ്പോൾ നിങ്ങൾ അറിയാതെയായിരിക്കും നിങ്ങളുടെ ഫോണിൽ ചില ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ആവുന്നത്. അങ്ങനെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ സംഭവിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലർ നിങ്ങളുടെ ഫോണിലേക്ക് ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യും. അത് നമ്മുടെ ഫോണിൽ ഹൈഡായി കിടക്കുകയും നമ്മൾ എത്ര തന്നെ നോക്കിയാലും അത് ആപ്ലിക്കേഷൻ ആ ഫോണിൽ ഉള്ളതായിട്ട് കാണുകയും ചെയ്യില്ല. പക്ഷേ അത് ഹൈഡായിട്ട് നമ്മുടെ ഫോണിലെ പല പ്രോബ്ലംസുകളും ഡേറ്റാസുകളൊക്കെ ചോർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല സൈറ്റുകളിലൊക്കെ കയറുന്ന സമയത്ത് ഇങ്ങനെ ചില സൈറ്റുകളിലെ ഒരു സെറ്റിംഗ്സ് മുഖേന നമ്മുടെ ഫോണിലേക്ക് ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻസിനും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, ചില ഫോണുകളിൽ സെറ്റിംഗ്സ് ഇങ്ങനെ ആയിരിക്കത്തില്ല, വേറെ രീതിയിലായിരിക്കും കാണുന്നത്. അത് ചിലപ്പോൾ ആക്റ്റീവ് എന്നോ ഒന്നായി കാണുന്നത്. നിങ്ങൾ ഒരിക്കലും ആക്റ്റീവ് കൊടുക്കൽ ഇന്നാക്റ്റീവ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡിനേ തന്നെ കൊടുക്കുക, അലോ ഒരിക്കലും കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.